ഞാന് പണ്ട് തൊട്ട് 3 വയസ്സ് തൊട്ട് ഇവിടെ കളരി മാർഷൽ ആർട്സ് ചെയ്ത് തുടങ്ങിയതാണ്. അങ്കിള് പറഞ്ഞത് എല്ലാ ഭാഷകളിലും എനിക്ക് ഫാൻസ് ഉണ്ട്, അതിലൊരു ഫാന് ഞാനാന്ന് പറഞ്ഞു. വാമ്പയർ ആയിട്ടാണ് എനിക്ക് ഇഷ്ടമായി. അതിൻ്റെ ഒപ്പം ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ത്രില്ലായി. ഞാൻ ആ സീന് കണ്ടപ്പോൾ ഇപ്പോഴും ഞാൻ ഇഞ്ചറിയുടെ കാര്യം ഓർക്കും. ഞാനിപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡോമ എനിക്ക് പറഞ്ഞുതരും, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു തരുള്ളൂ, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്കൊരു ഫ്രീഡം തന്നേക്കാണ്. ടോവിനോങ്കിലും പിന്നെ ഡിക്കോങ്കിലും അവരൊന്നും ഉണ്ടായിരുന്നു, എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് കണ്ണടക്കാന്ന് അറിഞ്ഞിപ്പോയി. ക്യൂ സ്റ്റുഡിയോയിൽ നിന്ന് ദുർഗയാണ് നമ്മളോടൊപ്പം. വെൽക്കം. ലോക റിലീസായതിനു ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരുന്നത് ദുർഗയെ കുറിച്ചിട്ടാണ്, ദുർഗയുടെ ഫൈറ്റിനെ കുറിച്ചിട്ടാണ്, ഇമോഷണൽ സീനിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഡേ ഷോ കണ്ടിട്ട് എന്താ തോന്നിയത്? ഒന്നും പറയാല്ല, നല്ല രസമുണ്ടായിരുന്നു. ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഓരോ കട്ടായിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഫുള്ള് കണ്ടപ്പോഴാണ് അയ്യോ ഒന്നും പറയാല്ല. ആ സമയത്ത് കണ്ണടക്കാന്ന് ഇറങ്ങിപ്പോയി. കൂട്ടുകാരും വീട്ടുകാരും പിന്നെ നാട്ടുകാരും ഒക്കെ എന്താ പറഞ്ഞത് പെർഫോമൻസ് കണ്ടിട്ട്? എല്ലാവരും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പോസിറ്റീവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. ആക്ടിങ് ഒക്കെ കണ്ടപ്പോ ചിലര് കരഞ്ഞു പോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ ആദ്യമായിട്ട് ലോക ചെയ്യുമ്പോൾ ഇങ്ങനെ ആളുകൾ ഇഷ്ടപ്പെടും, ഇങ്ങനെ ഒരു റിവ്യൂ ഒക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ചെറുതായിരുന്നു. ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം ചെയ്തൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഭദ്രനാരി എന്ന് പറഞ്ഞിട്ട്. അത് അച്ഛൻ സ്ക്രിപ്റ്റ് ചെയ്തതാണ്, അച്ഛൻ തന്നെ ഡയറക്ടർ ചെയ്തത്. അച്ഛൻ തന്നെയാണ് ഈ ഫൈറ്റിന്റെ കാര്യങ്ങളും നോക്കിയത്, കൊറിയോഗ്രാഫി ചെയ്തത്. അതില് ചെറിയ കുട്ടി ദേവിയായി മാറിയിട്ട് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം എന്നറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരദ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു. അതിലും അച്ഛനും ഞാൻ അച്ഛൻ്റെ മോളായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നീലരാത്രി എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഷാമൻ ചെയ്തു. പിന്നെ ലോകയിലേക്ക് കിടന്നു. ലോകയിലേക്ക് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്? കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് അപ്ലൈ ചെയ്യായിരുന്നു? അത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആഷ്ലി അങ്കിളാണ്. അങ്കിള് വഴിയാണ് ഇതിലേക്ക് എത്തിയത്. അങ്കിള് എൻ്റെ മാർഷൽ ആർട്സിന്റെ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ അയച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ചെറിയൊരു ഓഡീഷൻ പോലെ നടത്തി വിളിച്ചു. ഞങ്ങൾ ശാന്തിനോട് സംസാരിക്കുമ്പോൾ ശാന്തി പറഞ്ഞത് കാസ്റ്റിങ്ങില് ദുർഗയുടെ പെർഫോമൻസ് കണ്ടിട്ട് രോമാഞ്ചം വന്നു എന്നുള്ള രീതിയിലാണ്. അപ്പം ഡൊമിനിക്കിനോട് ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ഡൊമിനിക്ക് പറഞ്ഞത് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് ഇത്രയും ഫൈറ്റ് സീക്വൻസ് ചെയ്യിക്കുക ടഫായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സെറ്റിലെത്തി ദുർഗ അത് ഫുൾ പൊളിക്കുകയാണ് ഉണ്ടായത്. സോ ആദ്യമായിട്ട് ദുർഗയ്ക്ക് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ സംശയം തോന്നിയിരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇത് നടക്കുമോ, അങ്ങനെയൊക്കെ? അങ്ങനെ സംശയം ഉണ്ടായിരുന്നില്ല. ഈ ഫൈറ്റിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കഥ എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല, എനിക്കും അച്ഛനും അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പതുക്കെ അവരെ അവിടെ എത്തിയപ്പോ പതുക്കെ ഇതിനു മുന്നേ തന്നെ അവര് തന്നെ യാനിക് സാറ് നടത്തിയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കൊറിയോഗ്രാഫി പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഞാൻ അത്രയും സ്കിൽഡ് ആണെന്ന് അറിഞ്ഞപ്പോ കുറച്ചുകൂടി വേറെ രീതിക്കാക്കി അവിടെ ചെന്നിട്ട്. കഥ എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛനോട് കഥ പറഞ്ഞപ്പോ എനിക്ക് പറഞ്ഞു തന്നു, വാമ്പയർ ആയിട്ടാണ്. എനിക്ക് ഇഷ്ടമായി. അതിന്റെ ഒപ്പം ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം ത്രില്ലായിണ്ടായിരുന്നു. അതായത് ആക്ടിങ് വൈസും അതുപോലെ ആക്ഷൻ വൈസ് തന്നെയാണ് ദുർഗയുടെ അടുത്ത് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ എല്ലാവരും ചിലപ്പോൾ ആക്ഷൻ മാത്രം പറഞ്ഞേനെ, പക്ഷെ ഇതും ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ആ സീക്വൻസ് എല്ലാവർക്കും ഫീൽ ചെയ്തു. ഇപ്പൊ ഞങ്ങള് സങ്കടം വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ വിളിക്കുന്നവരും നമ്മളുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സീക്വൻസ് കണ്ടപ്പോ ഇമോഷണലി അവര് എന്തൊക്കെയോ ആയി പോയി, അവർക്ക് പറയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ കള്ളിയങ്കാട്ട് നീലിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? അച്ഛനും അമ്മയൊക്കെ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ അതിനെ കുറിച്ചിട്ട്? അതിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കൂടുതല്. അതില് ഇപ്പൊ ഗോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഒപ്പം ഫൈറ്റും ചേർത്തിട്ട് അച്ഛൻ സ്ക്രിപ്റ്റ് ചെയ്യണോണ്ട് അച്ഛൻ അപ്പൊ തന്നെ ഓരോ സിനിമ അല്ല ഓരോ കഥകൾ ഉണ്ടാക്കി തരാറുണ്ട്. ലോകയിലേക്ക് വരുമ്പോ ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടത്തിലേക്കാണ് വരുന്നത് എന്ന് നേരത്തെ അറിയാമായിരുന്നു? ഇപ്പൊ കല്യാണി, നെസ്ലൻ, ദുൽഖർ ഉണ്ട്, ടൊവിനോ ഉണ്ട്, ഇതൊക്കെ നേരത്തെ അറിയായിരുന്നോ? ടോവിനോങ്ങളും പിന്നെ ഡിക്കങ്ങളും അവരൊന്നും ഉണ്ടായിരുന്നു എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണി ചേച്ചിയുടെ ചെറുപ്പക്കാലാണ് ചെയ്യണെന്ന് അറിയണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് എത്തുമ്പോ തന്നെ കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്ന വിവേകങ്ങളും ആഷങ്ങളും കൂടിയിട്ടാണ് എത്തിയത്. ആ വഴിയാണ് ഇതിലേക്ക് ലോകയിലേക്ക് എത്തിയത്. ഇപ്പോ ടൊവിനോയും ദുൽഖറും ഒക്കെ ഉണ്ട് എന്ന് അറിയുന്നത് എപ്പോഴാ? അത് ഈ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കണ്ടപ്പോഴാണോ അറിഞ്ഞത്? അതുവരെ അറിയണ്ടായിരുന്നില്ല? അതുവരെ അറിയണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു അറിയണ്ടായിരുന്നില്ല. സിനിമ മൊത്തം കണ്ടപ്പോഴാണ് ഞാൻ മൊത്തം ഞെട്ടിപ്പോയി ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചത്. ഇപ്പം ഈ സിനിമ മൊത്തം കണ്ടതിന് ശേഷം ദുർഗയാണല്ലോ ഭയങ്കരമായിട്ട് ചർച്ച. അപ്പൊ ദുൽഖറും ടൊവിനോയും ഒക്കെ വിളിച്ചിരുന്നോ? വിളിക്കല്ല, ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിക്കങ്ങളൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ടൊവിനോ ചേട്ടനൊക്കെ. എന്ത് പറഞ്ഞു? ഡിക്കങ്ങള് പറഞ്ഞത് എല്ലാ ഭാഷകളിലും എനിക്ക് ഫാൻസ് ഉണ്ട്, അതിലൊരു ഫാന് ഞാനാന്ന് പറഞ്ഞത്. അതുപോലെ ടൊവിനോ ചേട്ടൻ പറഞ്ഞത് ഞാനൊരു ദിവസം ഇവിടേക്ക് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, പറ്റുകയാണെങ്കിൽ ഒഴിവുള്ള സമയത്ത് ഒരു ദിവസം കളരിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോ തീർച്ചയായിട്ടും ദുർഗയ്ക്ക് ദുർഗയുടേതായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവില്ല, ചെയ്യണോ വേണ്ടായോ. ഇപ്പം സ്കൂളുണ്ട്, പഠിക്കണം, പിന്നെ കളരി ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ദുർഗ തീരുമാനിക്കണത് ഞാനിത് ചെയ്യാമെന്ന്? അത് ഞാൻ മുന്നോട്ട് ഇവിടെ മാർഷൽ ആർട്സ് ചെയ്ത് തുടങ്ങിയത്. അത് മാത്രല്ല സ്കൂളിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സ്കൂള് വിട്ട് പോവുക അങ്ങനെയൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും. അവര് നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ കൂടുതല് ടീച്ചർമാരെ സാരില്ല, നമുക്ക് കുറച്ച് ദിവസം ലീവ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് വേറെ ഇത് വന്നിട്ട് സ്പെഷ്യൽ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സോളൊക്കെ നോട്ടേക്ക് കുറെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവിടെ എടുത്ത കാര്യങ്ങള് എനിക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ നോട്ട് മിസ്സായി പിന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇതിപ്പോ ആക്ഷൻ ആണോ ഏറ്റവും കൂടുതൽ ദുർഗനെ ത്രില്ല് ചെയ്യിച്ച കാര്യം, അതോ അഭിനയിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ത്രില്ല് ചെയ്യിക്കുന്നത്? എനിക്ക് കൂടുതൽ ഫിലിംസ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം ഫൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിംസ് ആണ്. ഞാന് പണ്ടോട്ട് 3 വയസ്സ് തൊട്ട് ഇവിടെ കളരി മാർഷൽ ആർട്സ് ചെയ്തു തുടങ്ങിയതാണ്. കളരി മാത്രല്ല, ഇവിടെ കുംഫു, കരാത്തെ, അതുപോലെ തായ്ക്കൊണ്ട, അങ്ങനെ എല്ലാതും മിക്സ്ഡ് മാർഷൽ ആർട്സ് എല്ലാതും ഉണ്ട് ഇവിടെ. അത് ഇവിടെ പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആദ്യം എനിക്ക് ഇതിനോട് അത്ര ത്രില്ല് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫൈറ്റിലേക്ക് ത്രില്ല് വന്നത് അച്ഛൻ ചെയ്യണ കണ്ടിട്ടാണ്. അച്ഛൻ സ്റ്റണ്ട് മാസ്റ്റർ ആണ്, കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. അച്ഛൻ കാജൽ അഗർവാളിനൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്, ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അച്ഛൻ ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഈ ഡ്യൂപ്പ് ചെയ്ത് തുടങ്ങിയതാണ്. രാവണിലെ വിക്രമങ്ങളുടെ ഡ്യൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ വിക്രമങ്ങള് പറഞ്ഞു ശരിക്കും ആ ഒരു രൂപം കണ്ട് ഇങ്ങനെ ഡ്യൂപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു രൂപം കാണില്ലല്ലോ. അപ്പൊ വിക്രമങ്ങളെ പറഞ്ഞത് നമുക്ക് ഡ്യൂപ്പ് തന്നെ ചെയ്യാതെ കറക്റ്റ് ആ ഒരു കഴിവ് എടുത്തു കാട്ടെ. അങ്ങനെയാണ് അച്ഛൻ സ്റ്റണ്ടിലേക്ക് വന്നത്. പിന്നെ അച്ഛൻ ഈ ജയ്ഹേല് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ഫെലിസ് മാസ്റ്ററും അച്ഛൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ആ മാസ്റ്ററും അതുപോലെ അച്ഛനും കൂടിയിട്ടാണ് ജയ്ഹേല് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ത്യൻ 3-ലെ മൈക്ക് മാസ്റ്ററും അച്ഛനും കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോഴാണ്. പിന്നെ ദർശന ചേച്ചിക്കൊക്കെ ഇവിടെ വന്നിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇറങ്ങാൻ പോണ പെണ്ണും പൊറോട്ടും എന്ന് പറഞ്ഞ സിനിമയില് അച്ഛനെയാണ് സ്റ്റണ്ട് ചെയ്താണ്. അതിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഏട്ടനും നിന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് മാർഷൽ ആർട്സിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്, പിന്നെ ആക്ടിങ്ങിനോട്. ദങ്കൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അപ്പൊ അതിനകത്ത് അച്ഛനാണ് കുട്ടികളെ
നിർബന്ധിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ആദ്യം താല്പര്യമേ ഇല്ല, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, ഓടണം. അപ്പോൾ പിന്നെയാണ് അവർക്ക് അതിലുള്ള ത്രില്ല് ഉണ്ടാവുന്നത്, അവർ മത്സരങ്ങൾ ജയിക്കുന്നത് ഒക്കെ. ദുർഗയ്ക്ക് എങ്ങനെ അച്ഛനാണ് ഒരു പ്രചോദനം തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളത്? അച്ഛൻ മാത്രല്ല, എന്നെ ഈ ഫാമിലി മൊത്തം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ അനിയനുണ്ട് ബാംഗ്ലൂരില്. ഇവര് മൊത്തം എനിക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ ഒരു നെഗറ്റീവ് കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചീത്ത പറയേക്ക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സപ്പോർട്ടായിരുന്നു. അതിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അച്ഛൻ പഠിപ്പിച്ചതിൽ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എപ്പോഴും ഓർത്തു വെക്കുന്ന ഒരു കാര്യം എന്താണ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതിൽ? അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരോടും ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇപ്പോ സെറ്റിൽ പോവാണെങ്കിലും ഇപ്പോ അവർക്ക് ഇപ്പൊ നമ്മള് തെറ്റ് ചെയ്യാണ്. ഇപ്പോ ഫൈറ്റിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യേ അല്ലെങ്കിൽ അവരത്രയും ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഓരോ മിനിറ്റ് ലക്ഷങ്ങൾ ഇതൊക്കെ ആക്കിയിട്ടല്ലേ ചെലവഴിക്കുന്നത്. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ കാരണം ആരെയും ബുദ്ധിമുട്ടിക്കരുത് ആണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഞാൻ എവിടെ ചെന്നാലും ഞാനത് എപ്പോഴും ഓർത്തു വെക്കും. ദുർഗയുടെ കാല് വയ്യാണ്ടായ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈറ്റിനിടയിൽ, കുന്തത്തിൽ ചവിട്ടിയിട്ട് ചാടുന്ന സമയത്ത്. അപ്പോ ഇന്ന് ഷൂട്ട് നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ദുർഗ തന്നെയാണ് കുറെ കഴിഞ്ഞിട്ട് ചെന്നിട്ട് പറയണത് ചെയ്യാം എന്ന് പറയണത്. ഈ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണല്ലോ അവിടെ പറയുന്നത്. ഒരു കൊച്ചുകുട്ടി, ഒരു 11 വയസ്സുള്ള ഒരു കുട്ടി, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, ഞാനിത് ഈ വേദന കൊണ്ട് ഞാനിത് ചെയ്തോളാം എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. അങ്ങനൊരു ഇത് പറയാൻ വേണ്ടിയിട്ട് എവിടുന്നാണ് ഇത് വരുന്നത്, കോൺഫിഡൻസ് വരുന്നത്? അത് ഞാൻ പറഞ്ഞ മുട്ടിനായിരുന്നു ഇഞ്ചറി ഉണ്ടായത്. അപ്പോ അവര് പറഞ്ഞു, അവര് നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഇന്നത്തെ ഇത് മാറ്റി വെക്കാം, കുഴപ്പമില്ല റെസ്റ്റ് എടുക്കാന്ന്, ഹോസ്പിറ്റലൊക്കെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അച്ഛൻ വന്നിട്ട് പതുക്കെ, അച്ഛനെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇവിടെ ട്രീറ്റ്മെന്റ് അവിടെ തന്നെ ഉണ്ട്, അമ്മ ഇതുപോലെ ചെയ്യണതാണ്. അച്ഛൻ എന്നിട്ട് പതുക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ പതുക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് ഹീൽ ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടായിരുന്നു, നീരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ കുറച്ചു നേരം നടപ്പിച്ചു, ഒന്ന് നടക്കട്ടെ പറഞ്ഞിട്ട്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇവരെന്നെ അത്ര അധികം ബുദ്ധിമുട്ടിക്കണ്ട, ദുർഗയ്ക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. കാരണം ഇവര് ഓരോ മിനിറ്റും നിൽക്കുമ്പോൾ ഓരോ ലക്ഷങ്ങളല്ലേ പോണത്. അപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യാം, കാരണം ഇവരത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓരോ ക്യാമറ ആംഗിളും അത് എപ്പോഴാണ് ചാർജ് തരിക അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അന്നത്തെ ഒരു ദിവസം ഒരു ഷോട്ട് കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് വേണ്ടി നാളത്തേക്ക് ഇനി മാറ്റി വെക്കൊക്കെ ഉണ്ടല്ലോ, നാളത്തേക്ക് ആ ഒരു ടോണ് കിട്ടണം, ആ ഒരു ലൈറ്റിങ് കിട്ടണം, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാതും പിന്നെ നാളത്തേക്ക് ചെയ്യണമെങ്കിൽ തയ്യാറെടുക്കണം. അപ്പൊ ഇപ്പൊ തന്നെ ചെയ്യണമെങ്കിൽ ആ ഒരു അത് കംപ്ലീറ്റ് ആയി ആ ഒരു സീന്. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാന്ന് വെച്ചിട്ട് ആ ഒരു പെയിൻ വെച്ചിട്ട് തന്നെ ചെയ്തു. എന്നിട്ട് അച്ഛനും അമ്മയും അവിടെ തന്നെ തൈലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാലുമ്മയ്ക്ക് അന്നത്തെ ദിവസം അവര് ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ലേ, എനിക്ക് വേണ്ടിയിട്ട് അവർ ആ രാത്രി മൊത്തം ചെലവഴിച്ചു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ പെയിൻ കാരണം. എന്നിട്ട് അച്ഛനും അമ്മയും കൂടിയിട്ട് ധാര എന്ന് പറയും, ഇങ്ങനെ തൈലം ഇങ്ങനെ ഒഴിച്ചോണ്ടേയിരുന്നു. അങ്ങനെ ഒരു 3 മണി, പിറ്റേ ദിവസം രാവിലെ 3 മണിയാകുമ്പോഴേക്കും അത് റെഡി. എന്നാലും കുഞ്ഞൊരു പെയിനോട് ഉണ്ടായിരുന്നുള്ളൂ. അത് ഓക്കെ. അത് ഇവിടെ വന്നിട്ട് അച്ഛൻ വീണ്ടും അച്ഛനും അമ്മയും ട്രീറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിനോടും കളയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് വീണ്ടും ആ പെയിൻ വെച്ച് ഓരോന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു തന്നു. അതിൻ്റെ ഒപ്പം ഏട്ടനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയണതിന്റെ പ്രധാന കാരണം നമ്മുടെ അത് വീട്ടിലെല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക്. ഇപ്പം ഞങ്ങളതിനെ എന്ത് വേണമെങ്കിലും പറയും, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവര്, അതായത് വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഈവൻ തമാശയ്ക്ക് പോലെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് വേദനിക്കുന്നുണ്ടോ, അവർക്ക് അത് ഹേർട്ട് ആവണുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ ഇവരെ പഠിപ്പിക്കാറുണ്ട്. കാരണം ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളറിയാതെ പറഞ്ഞു പോവും. അപ്പോൾ എങ്ങനെയും അവർക്ക് വേദനിച്ച് കഴിഞ്ഞാൽ അതല്ലാത്ത രീതിയിൽ അവരെ സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കാറുണ്ട്.
പിന്നെ പ്രത്യേകിച്ചും ഷൂട്ട് പോലെ ഇങ്ങനെ ഇത്രയും വലിയൊരു സ്ഥലത്തേക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ആൾക്കാരും അതിൽ ജോലി ചെയ്യുകയാണ്. അവരൊക്കെ അത്രയും കഷ്ടപ്പെടുകയാണ്. ഓരോ ആൾക്കാരും ഒരാൾക്ക് മാറ്റില്ല, എല്ലാവരും അത്രയും കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ അനുസരണക്കേട് കാണിക്കലോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ലായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരെയും മാനസികമായിട്ട് വേദനിപ്പിക്കും. നമുക്ക് ആ അനുഗ്രഹങ്ങളാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് കുട്ടികളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും. പിന്നെ അവിടെ ഇഞ്ചുറി എന്നുള്ളൊരു സംഭവം സംഭവിച്ചപ്പോഴും ഞാൻ അവളോട് പറഞ്ഞത്, നിനക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തീരെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. അപ്പം അങ്ങനെയാണെങ്കിൽ വേണ്ട, അല്ല നിനക്ക് കുഴപ്പമില്ല. ഞാൻ കാല് പരിശോധിച്ച് നോക്കിയപ്പോൾ സംഭവം കുറച്ച് നീര് വന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ചതവ് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലിനൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ധൈര്യം കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അല്ലെങ്കിൽ നല്ല ഇഞ്ചുറി പറ്റിച്ചെങ്കിൽ ഒരിക്കലും ചെയ്യിപ്പിക്കാൻ പറ്റില്ല, കാരണം അത് വലിയൊരു ആപത്തിലേക്ക് വരും. അപ്പോൾ അത് അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഡോമും പിന്നെ എല്ലാവരും ഇപ്പോൾ പ്രത്യേകം, അതേപോലെ ദേവൻ ആളൊക്കെ പ്രത്യേകം ഫോണിലൂടെ ഇത് അറിഞ്ഞിട്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിക്ക് റെസ്റ്റ് കൊടുക്കണം, നിർബന്ധമായിട്ടും ചെയ്യരുത് എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയപ്പോൾ ആവായിരുന്നു. പക്ഷെ അത് നല്ല ഒരു എഫക്റ്റ് കിട്ടി നമുക്ക് തിയേറ്ററിൽ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. വയ്യാതെ ആ കാല് വെച്ചിട്ട് ചെയ്ത ആ സീൻ തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. അത് സ്ക്രീനിൽ കാണുമ്പോൾ അത്ര കഷ്ടപ്പെട്ടിട്ട് അത്ര ഇത് സഹിച്ചിട്ട് എടുത്തൊരു ഷോട്ടാണല്ലോ. ഭയങ്കരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ തോന്നിയിരുന്നു കണ്ടപ്പോ. ഞാന് ആ സീന് കണ്ടപ്പോ എപ്പോഴും ഞാൻ ഇഞ്ചറിയുടെ കാര്യം ഓർക്കും. പിന്നെ എനിക്ക് അങ്ങനെ തോന്നിണ്ടായിരുന്നില്ല അത് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. കാരണം മറ്റേ സീന് ആദ്യം ചെയ്ത ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അയിമനെ ചവിട്ടി കുത്തണത്. അത് കുറച്ചുകൂടി ഒന്ന് ശരിയാവണ്ടായിരുന്നു. രണ്ടാമത്തെ ഷോട്ടിലാണ് ഇതുണ്ടായത്. എന്നാലും അത് വെച്ച് ചെയ്തപ്പോ എനിക്ക് കുറച്ച് ഇതായിണ്ടായിരുന്നു. കാരണം ഞാൻ ഇതൊക്കെ വെച്ച് ചെയ്തില്ലേ. പിന്നെയാണ് ഇവിടെ അതിനെക്കാറ്റും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ കറക്കല്, അതേപോലെ ഇവിടെ തന്നെ കുറെ അടിയൊക്കെ കിട്ടാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാ ഞാനും ഏട്ടനും ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോ കുറെ വടി കൊണ്ടൊക്കെ അടി കിട്ടാറുണ്ട് ചെയ്യണ സമയത്തൊക്കെ ആയിട്ട്. അപ്പൊ ഇനി അതേപോലെ തന്നെ മറ്റേ പെയിനുമായപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് അടിയൊക്കെ കിട്ടുമ്പോ എനിക്ക് വയ്യ, എനിക്ക് വേണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടാ? ആദ്യം ചെയ്തപ്പോ എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു, അയ്യോ എന്തെങ്കിലും പറ്റുമോന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛനും ഇതേപോലെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛന്റെ ഒരു ഇത് കണ്ടപ്പോ പിന്നെ അമ്മയ്ക്കും അച്ഛനും എന്തുണ്ടായാലും അവരുടെ ഒരു കൺട്രോള് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു, ഞാൻ എന്തെങ്കിലും ഉണ്ടായി അപ്പൊ തന്നെ കരയായിരുന്നു. പിന്നെ അച്ഛന്റെ അമ്മയുടെയും ഒരു ഇത് കണ്ടപ്പോ ഞാന് അതേപോലെ ഞാൻ ചെയ്യാൻ വെച്ചപ്പോ ഒരു ദിവസത്തേക്ക് അടി കിട്ടിയപ്പോ ഞാൻ കൺട്രോൾ ചെയ്തു. എനിക്ക് കരച്ചിൽ വന്നെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോ സിനിമ കണ്ടിട്ട് ദുർഗയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കമന്റ് ആരുടെ ആയിരിക്കും? അത് ഇതേപോലെ തന്നെ DQ അങ്കിളുടെ പിന്നെ മമ്മൂക്കയുടെ കമ്പനിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ, എൻ്റെ ഒരു ഫോട്ടോ, AI ഫോട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു ദുർഗമോൾക്ക് ഞങ്ങളുടെ വക എന്ന് പറഞ്ഞിട്ട് അവര് AI പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് പിന്നെ മമ്മൂക്കയുടെ കമ്പനി നില വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമായി. പിന്നെ ഇതുപോലെ തന്നെ ദുൽഖർ അങ്കിളിന്റെയും ടോവിനോ ചേട്ടന്റെയും അതുപോലെ കല്യാണി ചേച്ചിയുടെയും നസ്ലിൻ ചേട്ടൻ്റെ ഒക്കെ മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ഏറ്റവും കൂടുതലേക്ക് നല്ല സപ്പോർട്ട് ആയത് അവിടെയുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു സെറ്റിലുള്ളത്. എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മേക്കപ്പ്, കോസ്റ്റ്യൂം, അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ മുരളി എന്ന് പറഞ്ഞ മാസ്റ്റർ ഉണ്ട്. ആ മാസ്റ്റർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഈ റോപ്പൊക്കെ ചെയ്യേണ്ടത് ആ മാസ്റ്ററായിരുന്നു. അപ്പൊ അതില് ഇവിടൊക്കെ നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. അപ്പൊ ഇവിടൊക്കെ പാഡൊക്കെ വെച്ച് തന്നിട്ട് സെറ്റ് ചെയ്തത് ആ മാസ്റ്ററായിരുന്നു. അതുപോലെ തന്നെ നിമിഷ് എന്ന് പറഞ്ഞ ചേട്ടൻ നല്ല ക്യാമറ ആംഗിൾസും, ഞാൻ ആ സിനിമ മൊത്തം കണ്ടപ്പോഴാണ് ഓരോ ക്യാമറ ആംഗിൾസ് ഒക്കെ കണ്ടത്. നല്ല സൂപ്പറായിട്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതേപോലെ ശാന്തി ചേച്ചിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഡോമൊക്കെ ഇപ്പൊ ഞാനിപ്പോ ചെയ്തതിൽ എന്തേലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഡോമ എനിക്ക് പറഞ്ഞുതരും, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു തരുള്ളൂ, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്കൊരു ഫ്രീഡം തന്നേക്കാണ് ആലോചിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ദുർഗ 3 വയസ്സ് മുതൽ ആയോധന കളികൾ ചെയ്യുന്നുണ്ട്, ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ആളുകൾ ആക്ഷൻ സീക്വൻസിനേക്കാൾ മുകളിൽ ഇമോഷണലി ദുർഗ പെർഫോം ചെയ്തതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്.
അഭിനയത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അഭിനയം എവിടെ നിന്നാണ് പഠിക്കുന്നത്? അത് അച്ഛൻ പറഞ്ഞാല് അച്ഛൻ ഒരു ആക്ടർ കൂടിയാണ്. അച്ഛൻ ആ. കുറെ സിനിമയില് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉം. നേരത്തെ പറഞ്ഞ രാവണില് ഉം. വിക്രം സാറിന്റെ. അപ്പോ അച്ഛൻ എനിക്കും ഏട്ടനും ഇതേപോലെ തന്നെ ഉം. ഓരോ ആക്ടിങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഉം. അതില് ഇപ്പോ നല്ല ഇമോഷണൽ സീനില് എങ്ങനെ ഫൈറ്റ് ചെയ്യണം, ഉം. അതുപോലെ ദേഷ്യവും ഈ കരച്ചിലൊക്കെ കൂടിയിട്ട് ഉം. അതിന്റെ ഒപ്പം എങ്ങനെ ഇടിക്കണം, ഫൈറ്റ് ചെയ്യണം, അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉം. അച്ഛൻ ഞങ്ങളുടെ മാർഷൽ ആർട്സിന്റെ ഒപ്പം തന്നെ ഉം. അച്ഛനും അമ്മയും കൂടിയിട്ട് ആക്ടിങ് കൂടിയും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഉം. പിന്നെ അമ്മ തന്നെയായിരുന്നു ഈ ഭദ്രനാരിയിലെ എനിക്ക് മേക്കപ്പിന്റെയും ഉം. അതുപോലെ എൻ്റെ അതിൽ തന്നെ യൂട്യൂബില് ഇട്ടുണ്ട്. അത് ഭദ്രനാരി എന്ന് അടിച്ചാൽ കിട്ടും. ഉം. അതിൽ തന്നെ പാട്ട് പാടിയതും എനിക്ക് എൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഡബ് ചെയ്തത് അമ്മ തന്നെയായിരുന്നു. ഉം. അമ്മ അതുപോലെ എല്ലാത്തിനും സപ്പോർട്ട് തന്നെയാണ്. അച്ഛനും അമ്മയും കൂടിയിട്ട് എനിക്ക് മാർഷൽ ആർട്സിന്റെ ഒപ്പം തന്നെ ആക്ടിങ്ങും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനും ഇതേപോലെ ഗ്രേറ്റ് ഫാദറിലും പിന്നെ ഇപ്പൊ ഇറങ്ങാൻ പോണ പെണ്ണും പൊറോട്ടയില് അച്ഛന്റെ സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട് അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. അതില് അസിസ്റ്റന്റ് ആയിട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിങ് ഇതേപോലെ തന്നെയാണ് അച്ഛനും അമ്മയും കൂടി തന്നെ പഠിപ്പിച്ചത് രണ്ടുപേർക്കും. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്നതോട് കൂടിയിട്ട് എനിക്കും പെട്ടെന്ന് സ്റ്റക്കായി പോയി. ഇവൾക്ക് കരച്ചിൽ വന്നു. മോള് എന്നെ മുറുക്കി ഇങ്ങനെ അമർത്തി പിടിച്ചേക്കായിരുന്നു. അവളെ ഏട്ടൻ ഇവർ തമ്മിൽ ചെറുതായിട്ട് എപ്പോഴും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉള്ളതാണ്. പക്ഷെ സിനിമ കണ്ടിട്ട് അവൻ അറിയാതെ ഇരുന്ന് കരഞ്ഞുപോയി. സംഭവം എനിക്കത് കണ്ടപ്പോൾ ഉള്ള ആ ഫൈറ്റ് സീക്വൻസ് കണ്ടപ്പോൾ കറക്റ്റ് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. കണ്ണിന്നൊക്കെ വെള്ളം വന്നു. ഫൈറ്റ് അടിപൊളിയായിരുന്നു. ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കാരണം ആ ക്യാമറ ആംഗിളും പിന്നെ അവളുടെ ഫൈറ്റും വന്നപ്പോൾ പക്ക വിഷ്വല് കറക്റ്റ് അടിപൊളിയായി. അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് അതുപോലെ അടിപൊളിയായിരുന്നു. ഇൻ്റർവെല്ലപ്പോൾ ഞാൻ അവളെ പോയി കെട്ടൊക്കെ പിടിക്കുക ചെയ്തു. അങ്ങനെയൊക്കെ. ഈ ലോകയിലേക്ക് വന്നതിന് ശേഷം, കമ്മിറ്റ് ചെയ്തതിന് ശേഷം അച്ഛൻ ഇങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്പ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ട്. ഇങ്ങനെ വേണം, അച്ഛൻ അറിയായിരിക്കുമല്ലോ കഥയൊക്കെ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ. ഇവിടെ കുറെ വെപ്പൺസിന്റെയും ചെയ്യേണ്ടതിനൊക്കെ, പിന്നെ കിക്സ്, പഞ്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആക്ടിങ്ങും കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അത്ര അധികം ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെപ്പൺസിന്റെ തന്നെയായിരുന്നു കൂടുതൽ, വടി കൊണ്ട് വെച്ചിട്ടൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് യാനിക് സാറ് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഈ ഷൂട്ടിങ്ങിന്റെ ഒക്കെ മുന്നേ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്കിൽഡാന്ന് അറിഞ്ഞപ്പോഴാണ് മാറ്റിയത് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇമോഷണലി പെർഫോം ചെയ്തതിനെ കുറിച്ചിട്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഫൈറ്റിനേക്കാൾ ഉപരി അഭിനയത്തില് ഇനിയും അഭിനയിക്കണം, ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടോ ദുർഗയ്ക്ക്? എനിക്ക് കൂടുതൽ ഇങ്ങനെ മമ്മൂക്കയുടെ ഒപ്പം പിന്നെ ലാലേട്ടന്റെ ഒപ്പൊക്കെ അഭിനയിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ ലാലേട്ടന്റെയും ഒപ്പം, അതേപോലെ തന്നെ മഞ്ജു ചേച്ചി, പിന്നെ ഉണ്ണിച്ചേട്ടൻ, അതേപോലെ തന്നെ അങ്ങനെ ഇവിടെയുള്ള എല്ലാ ആക്ടേഴ്സിന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. കാരണം അവര് നല്ല നല്ല രസത്തിലാണ് ചെയ്യണത്. അവരുടെ ഒപ്പം എനിക്ക് ഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ഫേവറേറ്റ് ആരാണ് നടൻ? എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മമ്മൂക്കി, പിന്നെ ലാലേട്ടനൊക്കെ. എല്ലാവരും എന്റെ ഫേവറേറ്റ് ആണ്. എന്നാലും കുറച്ചുകൂടി ഇഷ്ടം അവരോടാണ്. അവർക്കൊപ്പം അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. അതെ, എനിക്ക് അവരുടെ ഒപ്പം, അതേപോലെ തന്നെ മഞ്ജു ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉണ്ണിയങ്കളുടെ ഒപ്പം, ഈ എല്ലാ ആക്ടേഴ്സിന്റെ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. ലോകയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോകയിൽ ചെരുപ്പില്ലാതെ ഇങ്ങനെ ഓടുന്നത്, പട്ടിക്കൊപ്പമുള്ള സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള പോർഷൻ ഏതാണ്? എനിക്കങ്ങനെ ഒരു കാര്യം എനിക്ക് ടഫായിട്ട് തോന്നില്ല. കാരണം അവരെനിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, എനിക്ക് സെറ്റില് എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കാല് ഒന്നും കുത്തി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടുന്ന വഴിയൊക്കെ ക്ലീൻ ആക്കി അവര് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോ എനിക്കിപ്പോ സപ്പോർട്ട് ചെയ്തില്ല, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ടഫായിട്ട് തോന്നിയാണ്. അവര് കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നും ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ കല്യാണിയുടെ കുട്ടിക്കാലമാണല്ലോ അഭിനയിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് സീക്വൻസ് ഇല്ല, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു ഫ്രെയിം കണ്ടിരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. കല്യാണി സംസാരിച്ചിരുന്നോ? കല്യാണി എന്താ പറഞ്ഞത്?
കല്യാണി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഞങ്ങള് അവസാനത്തെ ദിവസം കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഉം. അപ്പൊ സൂപ്പറായി ഉണ്ടായിരുന്നു, നല്ല ഫൈറ്റും അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. കല്യാണി ചേച്ചി ശരിക്കും ഈ സിനിമയിൽ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ അതിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫൈറ്റിനൊക്കെ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉം. ഈ സ്റ്റണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉം. അതിൽ ശരിക്കും ചേച്ചി പറയുകയാണെങ്കിൽ ഞാൻ സിനിമയിൽ കണ്ടപ്പോൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉം. എനിക്ക് എല്ലാവരും ഭാഗം ഭയങ്കര അധികം ഇഷ്ടമായി. അതേപോലെ ചേട്ടൻ്റെ ഒക്കെ വളരെയധികം ഇഷ്ടമായി. പിന്നെ DQ അങ്ങളുടെ ഒക്കെ ആ ഒരു ഭാഗവും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായത്. പിന്നെ കല്യാണ ചേച്ചിയും അതേപോലെ തന്നെ നസ്ലിൻ ചേട്ടനും DQ അങ്കിളൊക്കെ ടോവിനോ ചേട്ടനൊക്കെ കൂടുതൽ പറഞ്ഞത് ആക്ടിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഫൈറ്റിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. നെസ്ലനും ചന്തു ഒക്കെ എന്താ പറഞ്ഞത്? അവര് ഇതേപോലെ തന്നെയാണ് പറഞ്ഞത്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതൊക്കെ കേട്ടപ്പോ വളരെയധികം സന്തോഷമായി ഇവരിങ്ങനെ പറഞ്ഞപ്പോ. ബെസ്റ്റ് ഫ്രണ്ട്സ്, സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ സിനിമ കാണാൻ പോയിട്ടുണ്ടോ? അവർക്ക് കുറച്ചുപേരൊക്കെ പോയിണ്ടായിരുന്നു. കുറച്ചുപേർക്ക് പോകാൻ പറ്റില്ല, കാരണം അച്ഛനും അമ്മയ്ക്കും ഈ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല. ടീച്ചേഴ്സ് HM ഒക്കെ പോയിണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല എക്സലന്റ് വർക്കായിട്ട് സൂപ്പറായിട്ട്. എന്നിട്ട് സ്കൂളിൽ നിന്നൊക്കെ ട്രോഫി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഓണ ആഘോഷത്തിന് ഓണാഘോഷത്തിന് രാവിലെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണോ ഈ പരിശീലനവും ക്ലാസ്സുകളും ഒക്കെ? ഞാന് 5 മണിക്ക് എനിക്കും, ഏട്ടൻ ഒരു 4:30 എനിക്കും, അച്ഛനും അമ്മയും ഒരു 3 മണിക്ക് എനിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് എപ്പോഴും രാത്രി ഒരു 7 മണി 8 മണിയാണ് സമയത്തായിട്ട് ഞങ്ങൾ ഉറങ്ങും, നേരത്തെ എണിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 5 മണി തൊട്ട് കുറച്ചേരം പഠിക്കും, സ്കൂളിലെ സമയത്തൊക്കെ ആയിട്ട് പഠിക്കും. എന്താണ് തലേദിവസമൊക്കെ എടുത്ത് വെച്ച് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുറച്ചേരം ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും. മടിയൊന്നും തോന്നാറില്ല രാവിലെ എഴുന്നേൽക്കുമ്പോ? തോന്നാറില്ല. ലോകയിലേക്ക് തന്നെ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ വവ്വാലിന്റെ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് CGI ചെയ്താണല്ലോ. അപ്പം അതിലുള്ള ആക്ടിങ് എങ്ങനെയാണോ? കാരണം അവിടെ വവ്വാലില്ല. അപ്പൊ അതിലെങ്ങനെയാണ് ദുർഗ അഭിനയിക്കുന്ന മുമ്പ് ഡൊമിനിക് എന്താണ് പറഞ്ഞത്, എങ്ങനെ അഭിനയിക്കണം എന്നാ പറഞ്ഞത്? അതിലെനിക്ക് ഓരോ കാര്യങ്ങള് പറഞ്ഞ പോലെ എനിക്ക് ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബാറ്റ് ഇങ്ങനെ വരുന്നു, അപ്പൊ ഞാൻ ഞെട്ടുന്നു, അങ്ങനെ ഓരോ സീക്വൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോം ഇതേപോലെ എനിക്ക് കുറെ ഇങ്ങനെ നീട്ടി പറഞ്ഞു തന്നില്ല. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, കുഞ്ഞ കാര്യങ്ങള്. എങ്ങനെയാണ് ബാറ്റിന്റെ സീക്വൻസ് ആണ്, അത് എന്നെ കടിക്കണ ഭാഗം അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീഡം ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തോളാം പറഞ്ഞിട്ട്. പിന്നെ ഓരോ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കും. അപ്പോൾ അച്ഛനും അമ്മയും ആ സമയത്ത് എൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ഇപ്പൊ എന്തേലും മനസ്സിലാവത്തുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഇപ്പോ യാനിക് സാറ് പറഞ്ഞതില് ഇപ്പൊ എന്തേലും എനിക്ക് മനസ്സിലാവത്തുണ്ടെങ്കിൽ അപ്പൊ തന്നെ അച്ഛനും അമ്മയ്ക്ക് പറഞ്ഞുതരും, എങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുതരും. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോ അതിലേറ്റവും ഇതായിട്ടുള്ള സീക്വൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദുർഗയേക്കാൾ വലിയ ആൾക്കാരുടെ കൂടെയാണല്ലോ ഫൈറ്റ് ചെയ്യണത്. ഇവിടെ അങ്ങനെ കളരിയില് അങ്ങനെ പരിശീലിപ്പിക്കാറുണ്ടോ? ഉണ്ട്. ഞങ്ങള് ഇപ്പൊ ചെയ്യണത് എന്നെക്കാറ്റും മുതിർന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഞങ്ങള് ഫൈറ്റ് ചെയ്യണത്. ഞങ്ങളുടെ ഒരു 3 പേരുടെ ഒരു ഫൈറ്റ് ഉണ്ട്, ഞങ്ങള് 3 പേരും ചെയ്യണത്. അല്ല 4 പേര് ചെയ്യണത്. അത് ഇവിടെയുള്ള കുറച്ച് മുതിർന്ന ചേട്ടന്മാരോട് ഞാൻ ഫൈറ്റ് ചെയ്യണതാണ്. അതിങ്ങനെ 2 വാളൊക്കെ വെച്ചിട്ട് ചെയ്യണതാണ്. അത് സ്റ്റേജിലേക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പൊ അത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങള് മുതിർന്ന ആൾക്കാരോടൊക്കെയാണ് ചെയ്യണത്. എന്നുവെച്ചാ 2 പെൺകുട്ടികളായിട്ട് ചെയ്യാതെ ഇപ്പൊ ഒരു കുഞ്ഞൊരു കുട്ടിയും അതുപോലെ കുറച്ച് വലിയൊരു ചേട്ടനായിട്ടാണ് ഞങ്ങള് ഫൈറ്റ് ഒക്കെ അച്ഛൻ എടുത്തരാറ്. പിന്നെ അച്ഛൻ സ്പോർട്ട് കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യും. എന്നുവെച്ചാ ഇപ്പൊ ഒരു കൊറിയോഗ്രാഫി ചെയ്യാൻ പറഞ്ഞ അപ്പൊ തന്നെ അച്ഛൻ എടുത്തരൊക്കെ ചെയ്യാറ്. അപ്പം കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ നിമിഷ് എങ്ങനെയാണ് ക്യാമറ ആംഗിൾ വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് അറിയില്ല, സ്ക്രീനിൽ കാണുമ്പോഴാണ് ഇത് എന്നുള്ളത്. ഇതിങ്ങനെ ആയിരിക്കും സ്ക്രീനിൽ വരാൻ പോണെന്നൊരു ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഇത്ര ഇതുണ്ടാവും, ഇമ്പാക്ട് ഉണ്ടാവും തോന്നിയിരുന്നോ? എനിക്ക് ആ കൂടി എന്റെ പോർഷൻ മാത്രം ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ ഇപ്പൊ കല്യാണി ചേച്ചി വേമ്പേറാന്ന് അറിയാം, പക്ഷെ ചേച്ചി ഇത്രയധികം കുറെ ക്യാരക്ടേഴ്സിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യണ്ടോ അങ്ങനെയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇത് സിനിമ മൊത്തം ഞാനിരുന്ന്
ആദ്യമായിട്ട് ഇത് ഇറങ്ങണ സമയത്ത് പോയി കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ മനസ്സിലായത്. ഓക്കെ. എന്തൊക്കെ ദുർഗ പഠിച്ചിട്ടുണ്ട് ഇവിടെ? ഇവിടെ ഞാനിപ്പോ ഇതില് മൊത്തം മിക്സഡ് മാർഷൽ ആർട്സ് ആണ് പഠിക്കുന്നത്. അതിലിപ്പോ കുംഫു, കരാത്തെ, തായ്ക്കൊണ്ടൊക്കെ ഉണ്ട്. അതില് ഞാൻ പറഞ്ഞ പോലെ മാർഷൽ ആർട്സ് ഒരുപാടുണ്ട്. എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ഫുള്ള് എനിക്ക് പഠിക്കാൻ പറ്റും. അത് പഠിക്കാന്ന് വെച്ചാൽ കുറെ ഉണ്ട്. അതില് ഞാനിപ്പോ ഒരു സെക്ഷനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലത്തെ ഒരു സെക്ഷൻ കുറച്ചുകൂടി ഉള്ളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വെപ്പൺസും ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഏറ്റവും ഇഷ്ടമായതാ അപ്പൊ? അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാതും ഇഷ്ടമാണ്. അതില് ഒന്നിക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് പേടിയുള്ള അങ്ങനെ ഒന്നുമില്ല. എല്ലാതും എനിക്ക് ഇഷ്ടമാണ്. ഏറ്റവും എളുപ്പത്തിലല്ലേ, എളുപ്പത്തിൽ നിന്നുള്ളതല്ല, ഏറ്റവും കംഫർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും? അതിലേക്ക് എല്ലാതും നല്ല ഈസി ആയിട്ട് എന്താ ഒരു ഒന്നും ഉണ്ടാവാതെ സൂക്ഷിച്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാനായിട്ടുള്ള ഫൈറ്റില് ഏട്ടൻ എന്നെ കുറെ കെയർ ചെയ്തിട്ടാണ് എന്നെ ഫൈറ്റിപ്പിക്കാറ്. എന്ന് വെച്ചാൽ നല്ലോണം വേദനയിൽ അടിക്കാനൊന്നുമില്ല. ഏട്ടൻ നന്നായിട്ട് കെയർ ചെയ്തിട്ടാണ് ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന ഈ ഉപകരണങ്ങളൊക്കെ ദുർഗ ഉപയോഗിച്ചിട്ടുണ്ടോ? എല്ലാതും ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ചുകൂടിയും കഴിഞ്ഞിട്ടാണ് ഇതില് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതില് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി എടുക്കാറുണ്ട്. അതുപോലെ ആ വലിയ ഗതൊക്കെ എനിക്ക് പിടിക്കാൻ അത്ര ഇത് പറ്റില്ല. അച്ഛൻ മാത്രമാണ് അത് ഗത വലിയ ഇത് എടുക്കാറ്. വേറെ ആർക്കും കൊടുത്തിട്ടില്ല. കാരണം അവർക്കത് എത്തിയിട്ടില്ല. അത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുതിർന്ന ആൾക്കാർക്കൊക്കെയാണ് അതൊക്കെ കൊടുക്കുക.